അതുകൊണ്ടല്ലേ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന അതേ പാശ്ചാത്യൻ ചിന്തകനായ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്നവർ അദ്ദേഹത്തിന്റെ 100 നേതാവിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥത്തിൽ മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞതെന്താ? നമ്പർ 1 എന്ന് എഴുതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോ അവിടുന്നോട് വന്നിട്ട് കാരണം ചോദിക്കുകയാണ്. മൈക്കിൾ എച്ച് ഹാർട്ടിനോട് ചോദിക്കുകയാ, ഒരു ക്രിസ്ത്യാനിയായി നിങ്ങളെന്തേ മുഹമ്മദിന്റെ പേരൊന്നാമത് എഴുതാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അപ്പോഴാണ് മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആ പശ്ചാത്യൻ ചിന്തകൻ പറയുന്നത്, ലോകത്തിന്റെ നേതാവാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു നേതാവ് വേറെയില്ല മുസ്ലിമേ. ഇങ്ങനെ എത്രയാ പറയാനുള്ളത്. 1986 എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ, ഒട്ടോവക്കാരനായ കൈറോത്തമീസ് എന്ന് പറയുന്ന ഒരു പഹയൻ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ കുതിര കയറിയില്ലേ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ വഖഅതു ബാബു ഫീ ശറാബി അഹദികും ഫൽയഗ്മിസ്ഹു സുമ്മ ലിയൻസിഹു. അതേ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത, ഇമാം ഹാക്കിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത, ഇമാം അബൂ ദാവൂദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലില്ലേ, നിങ്ങളുടെ വെള്ളത്തിലേക്ക് നിങ്ങളുടെ പാത്രത്തിലേക്ക് അതേ ഈച്ച വീണ് കഴിഞ്ഞ ആ ഈച്ചയെ ഒന്നുകൂടി മുക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ 1986 ഒട്ടോവക്കാരൻ എന്ന് പറയുന്ന ഒട്ടോവക്കാരനായ കൈറോത്തമീസ് എന്ന് പറയുന്നവൻ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ കുതിര കയറുകയാ. എന്ത് വിഡ്ഢിത്തമാ മുഹമ്മദ് ഈ പറയുന്നേ, എന്ത് പോയത്തരമായി പറയുന്നതെന്ന് പറഞ്ഞിട്ട് കൈറോത്തമീസ് സമുദായത്തിന്റെ മധ്യത്തിലേക്ക്, ജനങ്ങളുടെ മധ്യത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതേ റസൂലുള്ളാഹിനെ വലിച്ചടച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിനെ അപകീർത്തിപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ 1989 ആത്മാർത്ഥമായി തന്റെ പരീക്ഷണശാലയിലേക്ക് കടന്നു ചെന്നിട്ട് അതേ കൈറോത്തമീസ് എന്ന് പറയുന്നവനില്ലേ ആ ശാസ്ത്രജ്ഞനത ഈച്ചയുമായിട്ടൊരു പരീക്ഷണം നടത്തുകയാണ്. അവസാനം ലോകത്തിന്റെ മുമ്പ് വന്നിട്ട് കൈറോത്തമീസ് പറയുന്നതെന്താ, ഒട്ടോവക്കാരനായ കൈറോത്തമീസ് പറയുന്നതെന്താ, ഇത്രയും കാലം ഞാൻ മുഹമ്മദിനെ പറഞ്ഞതിന് ഞാനിതാ മാപ്പ് ചോദിക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ, എന്തേ കാരണമെന്നറിയോ? മുഹമ്മദ് പറഞ്ഞ ഈച്ചയില്ലേ, നിങ്ങളുടെ പാത്രത്തിലേക്ക് ഈച്ച വീണാൽ അതിനെ ഒന്നുകൂടി മുക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞതൊരു വലിയൊരു റീസൺ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണങ്ങൾ കൈറോത്തമീസ് പറയുന്നതെന്താ, ഈച്ചയുടെ ഒരു ചിറകിൽ മാരകമായ വിഷമാണ് പ്രിയപ്പെട്ടവരെ, മറ്റേ ചിറകിലതാ അതിനെ ശിഫയാക്കാനുള്ള മരുന്ന് റഹ്മാനായ പടച്ച തമ്പുരാൻ വിറ്റ് ചെയ്തിരിക്കുകയാ. അതുകൊണ്ട് നിങ്ങളുടെ പാത്രത്തിലേക്ക് ഈച്ച വീണാൽ ഒന്നുകൂടി മുട്ടിയിട്ട് നിങ്ങൾ കഴിച്ചോ, കുഴപ്പമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് നിന്റെ ആദർശമെടുത്തിട്ട് ചോദിക്കട്ടെ, വിദ്യാഭ്യാസ സമ്പന്നരന്റെ മുമ്പ് ഉണ്ടെങ്കിൽ അവരോടാ ഞാൻ ഈ പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് എടാ നീ അമേരിക്കക്കാരന് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, അതേ നോളേജിന്റെ പേരിലാണ് നീ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, ഇതിനേക്കാളും വലിയ നോളേജ് വേറെ പറയാനുണ്ടടാ. കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പല്ലേ, അതുപോലെ ഇന്റർനെറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പല്ലേ ലോകത്തിന്റെ നായകവ് ഒരു കമ്പ്യൂട്ടറിന്റെ പൊട്ടുപോലും കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നതെന്താ, മോനെ ചെയ്തോ, മുട്ടിക്കോ, കുടിച്ചോ, കുഴപ്പമില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവര്, വിദ്യാഭ്യാസമുള്ളവരെന്റെ മുമ്പ് ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ എന്റെ പ്രസംഗം കേൾക്കാമെന്നെങ്കിൽ അവരോടാ ഞാൻ പറയുന്നേ, എത്ര വലിയ വിവരമുള്ള ആളാണ് നീ നിന്നെ പഠിപ്പിക്കുന്നതെങ്കിൽ, അതുപോലെ നീ പഠിക്കുന്ന പുസ്തകം എത്ര വലിയ ശാസ്ത്രജ്ഞൻ എഴുതിയ
തോന്നിയാലും അവനെയൊക്കെ കവച്ചു വെക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്തൊരു സംഭവം നിങ്ങൾ പത്രത്തിൽ വായിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയട്ടെ. തേനിനെ കുറിച്ചൊരു ലേഖനമുണ്ടായിരുന്നു. എന്താ തേനിനെ കുറിച്ച് പറഞ്ഞത്? തേനിലെ SB എന്ന് പറയുന്ന ഘടകം അത് മനുഷ്യന് ആവശ്യമുള്ള ഘടകമാണ്. തേനിനെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ട് ഡോക്ടർ ബിഫിറ്റ് പാട്രിക് പറഞ്ഞില്ലേ, തോമസ് ഐസക്കൻ പറഞ്ഞില്ലേ, എത്രയോ ശാസ്ത്രജ്ഞന്മാർ തേനിനെ കുറിച്ച് മഹത്വം പറയുമ്പോ, എടാ നീയൊക്കെ മഹത്വം പറയുന്നതിന്റെ മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ടടാ. എന്താ പറഞ്ഞതെന്നറിയോ? ഖുർആൻ മരിച്ചു നോക്കുമോനെ, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. അതേ ഈച്ചയുടെ വയറ്റിന്റെ അകത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു പ്രത്യേകമായ പാനീയമില്ലേ, ആ പാനീയമുണ്ടല്ലോ, ആ പാനീയത്തിനകത്ത് ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, തേനിനകത്ത് ജനങ്ങൾക്ക് ശമനമുണ്ട്. എന്നിട്ട് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ വന്നിട്ട് പറഞ്ഞു, തേനിലെ SD എന്ന് പറയുന്ന ഘടകം, അതുപോലെ തന്നെ തേനിലെ മറ്റുള്ള ഘടകങ്ങളൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 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 ആരോഗ്യത്തിന് പറ്റുന്ന നല്ല ഒരു പാനീയമാണ് തേനെന്ന് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ വന്നിട്ട് എന്തോര് പറഞ്ഞു. തേനിനെ കുറിച്ച് എത്ര മൗലിദ് ഓതിട്ട് അവർക്ക് മതിയാവില്ല. അതിന്റെയൊക്കെ മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. തേനീച്ചയുടെ വയറ്റിന്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന പാനീയം അത് ജനങ്ങൾക്ക് ശമനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു. ആ നേതാവിനെയാണ് വിദ്യാഭ്യാസമുള്ളവർ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇനിയും ഒരുപാട് സംഭവങ്ങൾ പറയാണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ അടുത്ത് ആരോഗ്യമാസികയിൽ വന്ന ഒരു സംഭവമാ. എന്താ? ഈ അടുത്ത് ശാസ്ത്രജ്ഞന്മാരൊക്കെ പാടെ കൂടി മുഷാവറ കൂടിയിട്ട് ഒരു തീരുമാനം, ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെരുപ്പിട്ട് പോകണം. ബാത്റൂമിലേക്ക് പോകുമ്പോ ചെരുപ്പിട്ട് പോകണം. എന്റെ പ്രിയമുള്ളവരെ കേട്ടോ, ബാത്റൂമിലേക്ക് പോകുമ്പോ ചെരുപ്പിട്ട് പോകണമെന്ന് ഈ അടുത്ത് ശാസ്ത്രജ്ഞന്മാർ വന്ന് വിളിച്ചു പറയുമ്പോ, എന്റെ പുന്നത്തലക്കാരാ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ്, അതേ ലോകത്തിന്റെ നായകൻ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ബാത്റൂം സന്നുലി മുരീദിൽ ഖലാഇ ഹാദിഹിൽ ഉമൂർ എന്ന് പറഞ്ഞിട്ട് ഫുഖഹാ പരിചയപ്പെടുത്തിയില്ലേ. ഒന്നാമത് ഫുഖഹാ പറഞ്ഞതെന്താ? അൽ-ഇന്തിയാൽ, ചെരുപ്പ് ധരിക്കണമെന്നാ പറഞ്ഞത്. ചെരുപ്പ് ധരിക്കണമെന്നാ പ്രിയപ്പെട്ടവരെ ഫുഖഹാ പറഞ്ഞത്. അതാണ് ശാസ്ത്രം ഇപ്പടുത്ത് വന്നിട്ട് പറയുന്നത്, ബാത്റൂമിന്റെ അകത്തേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് പാദരക്ഷ ധരിക്കാൻ മറക്കല്ലേ, അതുപോലെ ചെരുപ്പ് ധരിക്കാൻ നിങ്ങൾ മറക്കല്ലേ. എന്തേ കാരണമെന്നറിയോ? ആരോഗ്യത്തെ കുറിച്ച് പൊലമ്പുന്നത് എപ്പോഴാ? ഇപ്പോഴല്ലേ പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന് അവര് റീസൺ പറയുന്നത് എന്തെന്നറിയോ? അതേ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ചെരുപ്പ് ധരിക്കാതെ കയറിക്കഴിഞ്ഞാൽ ബാത്റൂമിനകത്തുള്ള ഹുക്കുവേവ് എന്ന് പറയുന്ന മാരകമായ വിഷാണു നിങ്ങൾ അറിയപ്പെടുമെന്ന് മാത്രമല്ല, അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അർബുദങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ശാസ്ത്രലോകം വിധിയിടുന്ന സമയത്ത് വിദ്യാഭ്യാസമുള്ളവർ പഠിച്ചോ, ആരോഗ്യത്തെക്കുറിച്ച് കൺസെപ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ പഠിച്ചോ, ഡോക്ടർമാരെന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. ഡോക്ടർമാർക്ക് അറിയാതിരിക്കില്ലല്ലോ, ബിഫിറ്റ് പാട്രിക്കിന് അറിയാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാഭ്യാസമുള്ളവർക്ക് സ്നേഹിക്കാൻ, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് സ്നേഹിക്കാൻ, പട്ടിണിപ്പാവങ്ങൾക്ക് സ്നേഹിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ ആർക്ക് വേണമെങ്കിലും മതിവരുവോളം സ്നേഹിക്കാൻ, എല്ലാ നന്മകളും അടങ്ങിയ, എല്ലാ ഗുണങ്ങളും അടങ്ങിയ ലോകത്തിന്റെ നേതാവ് ശഫീഉനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നേതാവിന്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആണയിട്ട് പിന്നെയും പിന്നെയും പറയട്ടെ, നിങ്ങൾ 100 സ്വലാത്താണ് ചൊല്ലിയിരുന്നതെങ്കിൽ നാളെ മുതൽ അത് 200 ആക്കിക്കോ, 200 ചൊല്ലിയവർ 400 ആക്കിക്കോ. എന്തേ കാരണമെന്നറിയോ? എത്രയാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അത്രയും ഹബീബ് നമ്മെ കാണുന്നുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഖുർആനിൽ അല്ല പറഞ്ഞില്ലേ, ഖുൽ നബിയേ നിങ്ങൾ പറയുക, യഅമലൂ മുഅ്മിനീങ്ങളെ നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചോ, സയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പുന്നത്തലക്കാരാ, റസൂലുള്ളാഹിന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലുമ്പോ, റസൂലുള്ളാഹിന്റെ പേരിൽ 200 സ്വലാത്ത് ചൊല്ലുമ്പോ മദീനയിൽ കിടന്നുകൊണ്ട് വാനിയിലെ ചന്ദ്രനെക്കാളും സൂര്യനെക്കാളും ഒളിവുള്ള നബിയെ ഭുവനമിൽ പരിശുദ്ധി കനിഞ്ഞുള്ള മുത്ത് നബിയോരേ, ആ ലോകത്തിന്റെ നേതാവ് മദീനയിൽ കടന്നു കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ, മുത്ത് നബിയെ സ്നേഹിച്ചോ.